എന്തൊക്കെ ഇതിൽ കുത്തി നിറച്ചിട്ടുള്ളത്? ഉപ്പും പാത്രം. ബാനോ ബാനോ എന്താ പറ്റി അടുക്കളയിൽ പണി? ഇതേ വലിച്ചു വാരി എന്തൊക്കെ സാധനം കൊണ്ട് വരുന്നേ? ഇതൊക്കെ കുത്തി നിറക്കല്ലേ? ഓരോ നാൾ വെക്ക്, നാട്ടിൽ കൊണ്ടുപോകാതെ വെക്ക്, ഓരോന്നോരോന്ന് അടുക്കി വെക്കണേ. കുട്ടുംകുറ്റിയൊക്കെയാണ് നാട്ടിൽ കൊണ്ടുപോകുന്നത്. ഓക്കെ, അത്യാവശ്യം ചെരുപ്പ് ഇതിലുണ്ട്. അത് ചെരുപ്പൊക്കെ എനിക്കത് ചെരുപ്പച്ചോണ്ടോ നാട്ടില്? ഓക്കെ, നമ്മളിവിടുന്ന് പോണത് നല്ല സുഖത്തിലുള്ള ഒക്കെ വെച്ചു. ഓരോന്നോരോന്നൊക്കെ നമ്മളിവിടുന്ന് പോണത് നല്ല സുഖത്തിലുള്ള പോക്കിലല്ല. 1.5 കൊല്ലായിട്ട് നമ്മളോട് കുടുങ്ങി വിസ ക്യാൻസൽ ആയിട്ട് കുത്തിരിക്കുകയാണ് ചെയ്യും. എങ്ങനെയെങ്കിലും ഒരു കച്ചിത്തുറുമ്പ് കിട്ടിയാൽ നാട്ടിൽ രക്ഷപ്പെടാണ്. അപ്പൊ നോക്കുമ്പോ ഓരോ സാധനങ്ങളും കൊണ്ടുവരികയാണ്. അല്ല, ഇന്റെ കുറ്റാണ് ഒക്കെ. കാരണം ഞാനാണ് കൊടുത്തിരിക്കണത്. ഓരോ ഗൾഫിലെ പെണ്ണുങ്ങളാരും വരുമ്പോഴേ ഓല് ഞാൻ നല്ല ഉഷാറായിട്ട് സ്പ്രേയും വാടകത്തെ വണ്ടിയും വെച്ചെടുക്കുമ്പോൾ അനക്ക് ഗൾഫിക്ക് വരണം കിട്ടും. ഇവിടെ ഒന്ന് കുടുങ്ങിയപ്പോൾ എനിക്ക് സമാധാനമായി. എന്നിട്ട് ഓരോ കണ്ണി കണ്ട സാധനം കൂടെ നിറക്കാൻ എനിക്ക് സാധനം കൊണ്ടുവന്നതാ. നാട്ടിലേക്ക് എങ്ങനെ പോകുന്ന ചിന്ത നിനക്കില്ല. ഇതെന്താ ചീനച്ചട്ടി? നാട്ടിപ്പോ അതിന്റെ റോഡക്കീല ചീനച്ചട്ടി മനുഷ്യരുടെ തലക്ക് പിരാന്ത് പിടിച്ച് നിൽക്കുന്ന സമയത്ത് ചീനച്ചട്ടി കൊണ്ടുവന്നിക്കണേ. പിരാന്തില്ല, പിരാന്ത് പിടിച്ചും അന്റെ ഈ കാട്ടിക്കൂടിലൊക്കെ കണ്ട ഏത് മനുഷ്യനും പിരാന്ത് പിടിച്ചു. നമുക്ക് ആവശ്യമില്ല സാധനം എടുക്ക്. ഈ ചട്ടിയും പാത്രം ഒന്നും പൊന്നാരെ ഭാവന അങ്ങോട്ട് കൊണ്ടുപോണ്ട. നാട്ടിൽ എന്നുവെച്ചാൽ കടക്കിയും ബെഡൊക്കെ മടക്കിനും കൊടുക്കും. അതുകൊണ്ട് നമുക്ക് ഇതിൽ വെക്കാം. എനിക്ക് ഇപ്പോഴും ഒരു അന്തം കുന്തം വരാത്തതിനാണ് ഞാൻ കുടുങ്ങിയത്. ഓക്കെ, ആ കുട്ടികളും എത്ര മണിക്കൂറായി ആ കുട്ടികൾ ആ ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു പണിയില്ല. ഒരിക്കലും 24 മണിക്കൂർ തന്നെ പണി. ചെറിയ കുട്ടിക്ക് അന്നിറങ്ങണി കൊച്ചു TV. രണ്ടാമത്തോളം ഞാൻ അന്നം വെള്ളം കിട്ടിയേ വേണില്ല, ഗെയിം കിട്ടിയാൽ മതി. നിങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ പോലെ പിന്നെ കൊറേ സലാബാക്ക് കൊള്ളാറുന്നു, കൊറേ പിന്നെ കിണ്ടണ്ടാറ് കാണിച്ചായിരുന്നു, കൊറേ ബഹ്റൈൻ പാലം കാണിച്ചു കൊടുക്കാറുന്നു. ഒരു സ്ഥലത്ത് നിങ്ങൾ കൊണ്ടുപോയിട്ടില്ല. ബഹ്റൈൻ പാലം മനുഷ്യരുടെ സിറാത്ത് പാലത്തിന്റെ മുകളിൽ കുത്തിട്ടാണ് ഇവിടെ. എന്തിനാത് കുട്ടികളൊക്കെ പറയുന്നത്? ഞാൻ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ 24 മണിക്കൂർ അക്കിള്ള പണി എന്താ? വാട്സപ്പ് അല്ലേ? ഇജ്ജ് വിളിച്ചോ? അപ്പൊ ആ കുട്ടി കണ്ണോട് വെച്ചിരിക്കുന്നത് എന്തിനാണ്? എന്റെ കണ്ണ് കിടന്നിട്ടാണ്. 24 മണിക്കൂർ ലാപ്ടോപ്പും ഇതുമായിട്ട് തന്നെയാണ് ഏറ്റവും സ്തുതി. തള്ളാരാണ് ഒക്കെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ 4 ചുമറ്റിനുള്ളിൽ എന്താ പിന്നെ ഞങ്ങൾക്ക് പണിയുള്ളത്? ഇവർക്കും കൊണ്ടുപോകില്ല. പൊന്നാല പോലെ എങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകും? ഞങ്ങളെ വിസ കഴിഞ്ഞിരിക്കണ്. എന്നെങ്ങാനും പുറത്തേക്ക് ഇറങ്ങിയത് അതിന്റെ ഉള്ളിൽ നിന്ന്. ഇതൊക്കെ എനിക്ക് ഇജ്ജ് പറയണം. ഇതൊക്കെ എന്നോട് ഇത് പറയണം. കാരണം ഇടങ്ങേറ് നിങ്ങൾക്ക് എത്ര 2-3 മാസം നിന്നതിന്റെ ഇടങ്ങേറ് നിങ്ങൾക്ക് അറിയോ? എത്ര രൂപ കടത്തിലാ ഞാന്നറിയോ? ഈ വീടിനൊക്കെ നമ്മളെ വീടല്ല, വാടകയ്ക്കുള്ള സാധനമാണിത്. മാസം 1500 റിയാൽ കൊടുക്കണതിന്. ആദ്യം നോക്കി തെറ്റും ചെറുത് തന്നെ നോക്കി. ഇതൊക്കെ കുത്തി നടക്കല്ലേ, ഇക്കോട് മാറ്റി വെക്കാം. അതൊക്കെ അല്ല, എന്താ ഈ സാധനം? കുഞ്ഞാപ്പ് കൊടുന്നത് അനക്ക് ഏതായാലും എന്തല്ല. എന്റെ ആങ്ങളെ ഇങ്ങനെ തന്നെയാണോ? എന്റെ പെരക്കാരെ തലയിൽ കയറിയല്ല ഞാൻ. നമ്മളിവിടുന്ന് പോണേ ഞങ്ങൾക്കറിയോ? വിമാനത്തിലാണ്, ലോറി വിളിച്ചിട്ടല്ല. മനസ്സിലായോ? ഇതിനൊക്കെ ഒരു പരിചയം ഉണ്ട് കൊണ്ടുപോണി. 5-6 കൊല്ലം ഇവിടെ നിന്നാ എന്റെ ആങ്ങള. എങ്ങനെയെങ്കിലും ഇവിടെ കഴിച്ചിടാൻ പറ്റുമോ? സകല കണ്ടി കൂട്ടാണ്, ചട്ടിയും പാത്രയും കുടിക്കുകയും. ഇതൊരു കാര്യം ചെയ്താ എവിടെ എന്റെ കുട്ടി 5 കുട്ടികൾ പാസ്പോർട്ട് കൊടുന്ന ആ നാസറൊക്കെ എത്ര നേരം നമ്മളെ കാത്തിരിക്കുന്ന പോലെ കഥയുണ്ടോ? അനക്കില്ലാത്ത വീണ്ടും ചൂടാ മൂപ്പർക്ക് നമ്മളോട് കയറ്റി വെക്കാൻ. ഇതിന്റെ ആ പാന്റ് എടുത്ത ഞാൻ കുപ്പായം കൂടി മാറ്റിക്കളയതാകെ ഈ കുപ്പായം. ഞാൻ പുതിയ ഇറങ്ങാൻ പോയില്ലേ ഞാൻ. അല്ല, എവിടെ ഒരു പാസ്പോർട്ട് എവിടെ? ആ ബുക്കിന്റെ എടുത്താ? അല്ല പറഞ്ഞു കുട്ടിയൊക്കെ പാസ്പോർട്ട് ആവശ്യം കൊടുത്തേ. ഞാൻ കൊടുത്തല്ല, മനസ്സിലാക്കാ കുട്ടി എടുത്തതാ. വല്ലാത്തൊരു സാധനം. സാധനം വാങ്ങിക്കൊടുന്ന പോയിട്ട് ഒരു സാധനമാണ്. ശരിയാക്കോളൂട്ടോ, പച്ചപ്പ് ശരിയാക്കിക്കോ. നിങ്ങളാ നാസറാക്കൊന്ന് വിളിച്ചോക്കി, എന്താ വിവരം അറിയാലോ. നാസറാപ്പൊക്കെ ഇടക്കിടക്ക് വിളിച്ചു. അല്ല, കുട്ടി എന്തേ? കുട്ടി ഉറങ്ങാതെ. ഓപ്പതൊന്നും അറിയണില്ലല്ലോ. കുട്ടികളെ ഉറങ്ങട്ടെ. എത്ര ദിവസമായി ഇപ്പൊ നാസറാക്കപ്പ നമ്മൾ ഈ കാര്യത്തിന് വേണ്ടി നടക്കണമെന്ന് അറിയാം.
അയാൾ ജോലിക്ക് പോയിട്ട് എത്ര ദിവസമായി? എംബസിന്ന് ശരിയായി കിട്ടണ്ടേ? നമ്മളിങ്ങനെ ഇടക്കിടക്ക് വിളിച്ചാളെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒക്കെ ശരിയായ ആൾ ഇങ്ങോട്ട് വിളിക്കും. നാസറാക്കിയാണല്ലോ. ഹലോ, വലൈക്കും സലാം. അൽഹംദുലില്ലാ. ശരിയായോ? വനു, ടിക്കറ്റൊക്കെ ശരിയായിന്ന്. ദിയ, ഡോറ് തുറന്നിട്ട് നമ്മളെ. അസ്സലാമലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാ. നിങ്ങൾ എന്റെ ടിക്കറ്റും പാസ്പോർട്ടും എല്ലാം ശരിയാക്കണം. അൽഹംദുലില്ലാ. സമാധാനായില്ലേ? ഇപ്പൊ സമാധാനായി. സമാധാനമല്ല നിൽക്കുന്നു. ഇന്ന് ദിയ ചോദിക്കാണ്, ഉമ്മച്ചി നമ്മോട് കുടുങ്ങിക്കാണോ, നമുക്കിവിടുന്ന് പോകാൻ പറ്റൂലെന്ന്. വളരെ സന്തോഷം അസറാക്ക. നിങ്ങള് ഒരുപാട് നമുക്ക് വേണ്ടിയിട്ട് വണ്ടി പോകാൻ ഇറങ്ങാറായി. എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയാൻ നമുക്കറിയില്ല. നന്ദി ഇങ്ങോടല്ല പറയണ്ടേ, പഠിച്ചവനോട്. പിന്നെ ഇവിടുത്തെ ഗവൺമെന്റിനോട്. വില ഇപ്പൊ പൊതുമാപ്പ് പ്രഖ്യാപിച്ചോണ്ടേ ഒരുപാട് ആൾക്കാർക്ക് പോകാൻ പറ്റി, അവസരം ഉണ്ടാക്കി തന്നു. ഒരുപാട് ആൾക്ക് അവസരം കിട്ടി. പിന്നെ 7 മണിക്കാണ് ടിക്കറ്റ് കേട്ടോ. അപ്പൊ ടൈമില്ലല്ലോ നീ. പെട്ടിയെ കെട്ടി. പെട്ടിയെ കെട്ടിക്കണല്ലോ. എവിടെ മക്കളൊക്കെ? മറ്റവരൊക്കെ എവിടെ? ഒരാൾ ഉറങ്ങണ്ടതാ, ഒരാളെ കളിച്ചുകൊണ്ടിരിക്കണതാ. പിന്നെ എന്റെ അത് മുഖത്തൊരു സന്തോഷമല്ലേ നാട്ടിൽ പോകായിട്ടും? എങ്ങനെ സന്തോഷം ഉണ്ടാകല്ലേ? പെരും ചൂടാണ് നാട്ടിലേ. ഏതായാലേ വേഗം നോക്കി 7 മണിക്കാണ് ഫ്ലൈറ്റ് ഇറങ്ങണം. പിന്നെ ഞങ്ങളൊക്കെ റെഡിയാണ്. ഇനിയിപ്പോ വണ്ടി കൊണ്ട് വന്നാൽ മതി നമുക്ക്. ഞാൻ 4:30 വരാം. ആയിക്കോട്ടെ, എല്ലാരും ഒരുക്കിക്കോ കേട്ടോ. ഞാൻ വെക്കുന്നാല് ഓക്കെ. ചായ വെള്ളം കുടിച്ചിട്ടോ? ചായ വെള്ളം കുടിച്ചാൽ സമയമില്ല. തക്കാലത്തിന് ഞാൻ പിന്നെ ദിവസം നാട്ടുകാർ വരുന്നുണ്ട്. ഞാൻ അടുത്ത മാസം നാട്ടുകാരുണ്ട്. നമ്മൾ വരുന്നുണ്ട്. ഓക്കെ നാളെ.